ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ LDF ഒരു സ്ഥാനാർത്ഥിയെ പോലും നിലമ്പൂരിൽ കിട്ടിയിട്ടില്ല. UDF പക്ഷേ അക്കാര്യത്തിൽ എത്രയോ മുന്നിലെത്തി ഒരു വാഗ്ദാനം അവർ പാലിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഉടൻ UDF സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. LDF എന്തുകൊണ്ട് ഒരാളെ കണ്ടെത്താൻ പറ്റുന്നില്ല? ഇടതുമുന്നണിയും UDF തമ്മിൽ ആ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസമുള്ള കാര്യം മഞ്ജുഷിന് തന്നെ അറിയാം. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് LDF നേതൃത്വമാണ്, ആ പാർട്ടിയല്ല പ്രഖ്യാപിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് നിലമ്പൂരിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് 24 മണിക്കൂർ സമയം പോലും വേണ്ട. അത് പാർട്ടിയുടെ കമ്മിറ്റി കൂടി CPM കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയും അത് LDF നേതൃത്വത്തെ അറിയിക്കുകയും 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി വരികയും ചെയ്യും. അപ്പോൾ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. പിന്നെ നിലമ്പൂരിനെ സംബന്ധിച്ച് PV അൻവർ വിഷയം ഞങ്ങളുടെ ഒരു വിഷയമല്ല. കാര്യം ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും ഞങ്ങളെല്ലാവരും ആക്ഷേപിച്ചുകൊണ്ട് പുറത്തുപോയ ഞങ്ങളുടെ ഒരു തലവേദന അവിടെ തീരുകയാണ് ചെയ്ത് അൻവർ പുറത്തുപോയതിലൂടെ. പിന്നെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി അത് ഫ്യൂച്ചർ രാഷ്ട്രീയം എന്തോന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു കാര്യം 2 കാര്യങ്ങളെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അൻവർ തന്നെ ഒരു കാര്യം പറഞ്ഞ് UDF സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ നിലമ്പൂരിന് പറ്റിയ സ്ഥാനാർത്ഥിയല്ല ആര്യാടൻ ഷൗക്കത്ത്. ഇത് UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ എല്ലാ പിന്തുണയും കൊടുത്ത, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുത്ത UDF കൂടെ ഇപ്പോൾ നിൽക്കുന്ന അതിലത്തെ അംഗമല്ലെങ്കിലും PV അൻവർ തന്നെയാണ് പറയുന്നത്. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് MLA ആയിട്ടിരിക്കുന്ന അൻവർ പറയുന്നു ആ മണ്ഡലത്തിന് പറ്റിയ സ്ഥാനാർത്ഥിയല്ല ആര്യാടൻ ഷൗക്കത്ത്. മറ്റൊന്ന്, നിലമ്പൂരിനെ സംബന്ധിച്ച് കേരളത്തിൽ മൊത്തത്തിലൊരു ചർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ബാലികാറാമലയാണ്. അത് ആ മണ്ഡലത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ സാഹചര്യം പഠിക്കാത്തതുകൊണ്ടാണ്. 1965 ഈ നിയോജകമണ്ഡലം നിലവിൽ വരുന്നത്. 65 അവിടെ CPM ടിക്കറ്റിൽ നിന്ന് K കുഞ്ഞാലി ജയിച്ചു. 67 വീണ്ടും K കുഞ്ഞാലി ജയിച്ചു. 70 അദ്ദേഹം വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്തത് കുഞ്ഞാലി. അതിനുശേഷമാണ് ആ മണ്ഡലം ഇടതുപക്ഷ മുന്നണിക്ക് നഷ്ടപ്പെടുന്നത്. 82 അവിടെ TK ഹംസ ജയിച്ചു. 2 പ്രാവശ്യം അൻവർ ജയിച്ചു. അപ്പോൾ ആ മണ്ഡലം ഉണ്ടായതിനു ശേഷം 5 പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച ഒരു നിയമസഭാ മണ്ഡലമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ UDF തന്നെ മേൽക്കൈ കിട്ടുന്ന ഒരു മണ്ഡലം തന്നെയാണ് അത്. PV അൻവറിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞു, ഒരു ഇടത് സ്വതന്ത്രയിലൂടെ എന്നേ ഉള്ളൂ. അത് അൻവറിന്റെ ക്രെഡിറ്റിലേക്കാണ് പോയതും ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ. ഇപ്പോൾ അൻവർ ഇല്ലാത്തപ്പോൾ ഇപ്പോൾ മേൽക്കൈ അവിടെ UDF തന്നെയാണ്. അതവർ കളഞ്ഞു കുളിക്കുന്നുണ്ടോ എന്നതേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും ഇതുവരെ കഴിയാതിരുന്നത്. വൈകി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അല്ല, സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ തീരുമാനിക്കാൻ കഴിയുമെന്നൊക്കെ മേനി പറയുമ്പോൾ 24 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഒരു മണ്ഡലത്തിലേക്ക് നിർത്തുമ്പോൾ ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നത്. അല്ലാതെ ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥി കൊണ്ട് നിർത്തുകയല്ല ചെയ്യുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന് ഇന്നോ ഇന്നലെയോ അറിഞ്ഞ കാര്യമൊന്നും അല്ലല്ലോ. ആയിരിക്കാമല്ലോ. നിങ്ങൾ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വൈകുന്നത് അത് കിട്ടാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ മത്സരിക്കാൻ ആരും തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ്. CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ കേരളത്തിലില്ലെന്ന് പറഞ്ഞാൽ പാർട്ടി തീരുമാനിച്ചാൽ ആരാ അവിടെ മത്സരിക്കാത്ത? ആ പാർട്ടിയിലുള്ള പാർട്ടി മെമ്പർ മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി നിൽക്കുന്നത് വരെ ഇന്ന് AKG സെന്റർ തീരുമാനം എടുത്താൽ നാളെ ഒരു മത്സരിക്കാൻ തയ്യാറാവും. ഒരാൾ പറയത്തില്ല എനിക്ക് പാർട്ടി തീരുമാനത്തെ അതിലേക്കിച്ചുകൊണ്ട് ഇത് കോൺഗ്രസ് അല്ല CPM എനിക്ക് മത്സരിക്കാൻ പറ്റത്തില്ലെന്ന് CPM സ്റ്റേറ്റ് കമ്മിറ്റിയുള്ള തീരുമാനിച്ച ആരെങ്കിലും പറയും? സ്ഥാനാർത്ഥി വേണോ അതോ പൊതുസ്വതന്ത്രം വേണോ എന്ന് പോലും രാഷ്ട്രീയ മത്സരം വേണോ എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല. രാഷ്ട്രീയ മത്സരത്തിലുള്ള ആരോഗ്യം നിലമ്പൂരിൽ CPM LDF ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ടാണ് അതാണ് നിലമ്പൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് പലപ്പോഴും മലപ്പുറം മൊത്തത്തിൽ പല യോഗങ്ങളിലും ഈ മണ്ഡലത്തിൽ നമുക്കറിയാം നിലമ്പൂർ നിയമസഭ കൂടാതെ മുനിസിപ്പാലിറ്റി കൂടാതെ 7 പഞ്ചായത്തുകളുണ്ട്. വഴിക്കടവ്, മൂത്തൂർ ഉൾപ്പെടെ, മൂത്തേടം ഉൾപ്പെടെ, എടക്കര ഉൾപ്പെടെ 7 പഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തുകളിലൊക്കെ നിർണായകമായ സ്വാധീനം CPM മുസ്ലിം ലീഗിനുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അവിടെ കോൺഗ്രസിന് ആ പഞ്ചായത്തുകളിൽ ഈ 7 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിൽ നിർണായകമായ സ്വാധീനമുള്ള ഒരു പാർട്ടിയല്ല. UDF ശക്തമായ സ്വാധീനമുള്ള മുസ്ലിം ലീഗിന് അവിടെ പല മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി CPM ആണ്. അതുകൊണ്ട് തന്നെയാണ് 65 67 CPM സ്ഥാനാർത്ഥി CPM ടിക്കറ്റിൽ നിന്നാണ് K കുഞ്ഞാലി ജയിച്ചത്. ആ മണ്ഡലം ഉണ്ടായ 2 പ്രാവശ്യം തുടർച്ചയായിട്ട്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ആ മണ്ഡലം ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷത്തിന് നിലമ്പൂർ മണ്ഡലം ഒരു ബാലികാറമലയൊന്നുമല്ല. അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാവും. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യം അവിടെ ജയിക്കുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമൊന്നുമില്ല. അവിടെ അൻവർ ഇല്ലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും. കാര്യം ഞങ്ങൾക്ക് അവിടെ പറയാൻ രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചായാലും UDF സംബന്ധിച്ചായാലും അവരിപ്പോൾ ഒരു അൻവറിന്റെ ഉയർത്തി കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അൻവറിന്റെ കൂടെ വോട്ട് പിടിച്ചുകൊണ്ടോ, അൻവർ എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ പുതിയതായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. ആ പാർട്ടിക്കാണ് കേരളത്തിൽ യാതൊരുവിധ വേരോട്ടമില്ലാത്ത തൃണമൂൽ എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ വ്യക്തിപരമായി പിടിക്കുന്ന വോട്ടുകളാണ്. ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ലഭിക്കുന്ന വോട്ടുകൾ
ഒരു വ്യക്തിക്ക് ഒരിക്കലും ലഭിക്കണമെന്നില്ല. ഞാൻ തന്നെ നാളെ ഇടതുമുന്നണിയുടെ UDF-ന്റെ ഭാഗമായി മത്സരിച്ചാൽ ആ പ്രസ്ഥാനത്തിന്റെ വോട്ടുകളാണ് എന്നിലേക്ക് വരുന്നത്. വ്യക്തിക്ക് വളരെ കുറച്ച് വോട്ടുകളാണുള്ളത്. വ്യക്തിക്ക് അത്രയും വലിയ വോട്ടുകളൊന്നും നമ്മുടെ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളൊന്നുമില്ല. നേരത്തെ അവിടുന്ന് ആര്യാട് ജയിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ PV അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തുമാത്രം സ്വാധീനമുണ്ട് എന്നുള്ളത് നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മാത്രം LDF-നോ UDF-നോ അവിടെ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം അദ്ദേഹത്തിന് അതിന് മാത്രമുള്ള വോട്ടുകളൊന്നുമില്ല. ഒരു മുന്നണി മത്സരങ്ങൾ വരുമ്പോൾ ഇപ്പോൾ പിന്നെ മറ്റു പ്രത്യേകതയുണ്ട്. BJP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. BJP അവിടെ നിന്ന് മാറി BDS-ന് കൊടുക്കാൻ പോകുന്നത് എന്താ? BJPക്ക് ആളില്ലാത്തതുകൊണ്ടാണ്. BJPക്ക് ആളില്ലാത്തതുകൊണ്ടല്ല, കേരളത്തിൽ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ആളില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? അപ്പോൾ അവരവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒന്നുകിൽ മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഘടകകക്ഷികളെ മത്സരിപ്പിക്കാനോ ശ്രമിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, BJPക്കോ ഘടകകക്ഷിക്കോ NDA മുന്നണിയിൽ നിന്ന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് എന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിൽ വിശ്വാസം. കാര്യം അവരുടെ രാഷ്ട്രീയപരമായ ഒരു നിലനിൽപ്പിന്റെ ഭാഗം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥി ഇല്ല എന്ന് കണക്കൂട്ടുന്ന ആളല്ല ഞാൻ. എന്തായാലും NDAക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവും. എന്തായാലും ഒരു ശരി കാര്യം ശ്രീ ഞങ്ങൾക്ക് ഉറപ്പാണ്. റഹ്മത്തുള്ള, ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ